പിന്നെ ഇതിൽ ശ്രദ്ധേയമായി പറയാനുള്ള മറ്റൊരു കാര്യം, ഡോക്ടർ സുബൈർ എന്ന് പറയുന്ന ജിദ്ദയിലെ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്തുള്ള ആളല്ല. അദ്ദേഹം ജിന്ന്, സിഹർ, അതേപോലെ മുഖ്യശത്രു എന്നൊക്കെ പറയുന്ന പല ശീടികള് അദ്ദേഹം ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ ആളുകളെ ക്ഷണിച്ച് സുന്നിക്കും ജമാഅത്തിനും മുജാഹിദിനും മതയുക്തിവാദിക്കും ആർക്കും വരാം, അവിടെ വന്നിട്ട് അത് കേൾക്കുക, അഭിപ്രായങ്ങൾ പറയാ, പഠിച്ചു പോകാം. അദ്ദേഹം സീഡി പുറത്തു തീർക്കുന്നതും അവിടുത്തെ ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ ലേബിളിലല്ല, അത് ആർക്കും വാങ്ങിയാൽ കിട്ടും. പക്ഷെ അതൊക്കെ കൊണ്ടുവന്നിട്ട് മുറിച്ചിട്ടിട്ട് മൂപ്പര് പറയുന്ന ചില വാദങ്ങളും മൂപ്പരുടെ ചില അഭിപ്രായങ്ങളും അത് രസകരമായി കേൾപ്പിച്ചിട്ട് നമ്മളെ അക്കൗണ്ടിൽ വരവെച്ചാൽ എത്രയോ ത്വരീഖത്തിന്റെയും പിഴച്ച ആശയങ്ങൾ പറയുന്ന മുസ്ലിമീങ്ങളുടെ കാസറ്റ് ഉണ്ട്. അതൊക്കെ കൊണ്ടുപോയിട്ട് സുന്നിന്റെ പേരിൽ വെക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? അത് മാന്യതയല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ഏതായാലും മുജാഹിദ് പ്രസ്ഥാനം പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സ്വന്തമായി അദ്ദേഹം പറയുന്നാൽ അതിൽ തന്നെ ഖുർആനിനോടും ഹദീസിനോടും യോജിച്ചു വന്നത് ഞങ്ങൾ സ്വീകരിക്കും. അമ്പലക്കടവ് പറഞ്ഞാലെടുക്കും, കാന്തപുരം പറഞ്ഞാലെടുക്കും, ഇമാം ഷാഫി പറഞ്ഞാലെടുക്കും, ഡോക്ടർ സുബൈർ പറഞ്ഞാലെടുക്കും, ആര് പറഞ്ഞാലെടുക്കും. അതിന് പുറത്താണോ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി വരെ പറഞ്ഞാൽ തള്ളുന്നാണ് ആമുഖത്തിൽ തന്നെ ആര് പറഞ്ഞത്? ഹുസൈൻ സൽഫി പറഞ്ഞത് അല്ലെ? അപ്പൊ അതാണ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ആ അദ്ദേഹം പറഞ്ഞ ചില പോരായ്മകളുണ്ട്, ചിലത് അദ്ദേഹം പ്രമാണം ധരിച്ചു പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പേര് കേൾപ്പിക്കൂല. അദ്ദേഹം ചില രൂപത്തിൽ പൈപ്പ് വെക്കണതും അടിച്ചിറക്കണതും നീവെള്ളം ചിന്തിയാൽ അതിന്റെ പേര് കാളും പിന്നെ ഉപദ്രവിക്കണമൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചിരിക്കുക. എന്നിട്ടോ കേരളത്തിലെ ആധികാരിക പണ്ഡിതൻ, ഗൾഫിലെ KNM-ന്റെ വലിയ പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ പണ്ഡിതനാക്കുകയാണ് മൂപ്പരെ. എന്നാൽ യഥാർത്ഥത്തിൽ ഡോക്ടർ സുബൈർ ആരാ? അദ്ദേഹം അറബി ഭാഷയിൽ അത്ര പ്രാവീണ്യമുള്ള ആളല്ല, പണ്ഡിതനല്ല. ആരാ പറയുന്നത്? ഞാൻ പറയല്ല, അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടോളൂ. ആ പച്ച നോണ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആധികാരികമായി അറബി ഭാഷയിൽ വൈദഗ്ധ്യമുള്ള ആളോ ഒരു പണ്ഡിതനുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആധികാരികമായി അറബി ഭാഷയിൽ വൈദഗ്ധ്യമുള്ള ആളോ ഒരു പണ്ഡിതനുമല്ല.